ഹായ് ഗൈസ്, ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് സ്ഥലത്തും, അതായത് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നു F-35 അടക്കം അവർ ഷോട്ട് ഡൗൺ ചെയ്തു എന്ന്. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ്, ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ മൊസാദ് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതൊന്ന് ഷോർട്ടായി നോക്കിയതിന് ശേഷം ഇതിലോട്ട് കിടക്കാം. അതായത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഞെട്ടാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടാണ് മൊസാദ് ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ റഷ്യ ഉക്രൈൻ വാരം നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് റഷ്യൻ്റെ ഉള്ളിൽ പോയിട്ട് തന്നെ ഈ ഉക്രൈൻ കംപ്ലീറ്റ് വിമാനങ്ങളും തകർത്തത്. അതേ മോഡൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മൊസാദിന്റെ മോഡൽ ഉക്രൈൻ ഉപയോഗിച്ചതാണോ എന്ന് വരെ പലരും സംശയിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇറാന്റെ ഉള്ളിലോട്ട് ഇവരെ ഡ്രോണുകളും മറ്റ് എക്സ്പ്ലോസീവുകളും മൊസാദിന്റെ ഏജന്റുകളായ ഇറാനിൽ തന്നെ 1300 ഇറാനികൾ മൊസാദ് ഏജന്റായിട്ട് വർക്ക് ചെയ്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇത്രയും പേരും ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ഈ ഡ്രോണുകളായിക്കോട്ടെ, എക്സ്പ്ലോസീവ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇവർ സെറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അടുത്ത് കൊണ്ടുപോയി, അതുപോലെ തന്നെ റേഡർ സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ സർഫേസ് ടു എയർ മിസൈൽ, എയർ ടു എയർ മിസൈൽ, ഇതിൻ്റെ എല്ലാം തന്നെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ഇവർ ഈ ചെറിയ ചെറിയ മിനി ട്രക്കുകളിലും അവിടെ ഇവിടെയും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ വൺസ് IDFന് ഇതെല്ലാം തന്നെ ഓൾറെഡി സെറ്റ് ചെയ്താന്ന് അറിഞ്ഞോ, അതിനുശേഷം അടുത്ത മേലെന്ന് ഒരു ഉത്തരവ് വരികയാണ് ഇറാനെതിരെ അറ്റാക്ക് ചെയ്യാൻ. അങ്ങനെ ഇറാനെതിരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മൊസാദിന്റെ ഇവിടുത്തെ ആദ്യത്തെ ലെവൽ ഓഫ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഏകദേശം 1500 കിലോമീറ്ററോളം ഉണ്ട്. അതായത് ഒരു 1000 കിലോമീറ്റർ എന്ന് തന്നെ നമുക്ക് എടുക്കാം. ഈ 1000 കിലോമീറ്ററിലോട്ട് ഈ മിസൈലുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ജെറ്റുകളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ പോകാൻ മിനിമം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ ടൈം എത്തുമ്പോൾ തന്നെ ആദ്യം ഇറാന്റെ എയർ സ്പേസിലോട്ട് എത്തുന്ന മിസൈൽ ആയിക്കോട്ടെ, എയർ ജെറ്റ്സ് ആയിക്കോട്ടെ, ഇത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഈ സിസ്റ്റം എല്ലാം തന്നെ മൊസാദ് ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ജെറ്റുകളെല്ലാം വരുമ്പോൾ ഈ എയർ ഡിഫൻസ് സിസ്റ്റം അതുപോലെ തന്നെ റേഡറുകളും ആക്ടിവേറ്റ് ചെയ്ത് ഇതിനെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യണം. പക്ഷെ ആ സമയത്ത് മൊസാദ് ആക്ടിവേറ്റ് ചെയ്ത മൊസാദിന്റെ പ്ലാൻ അനുസരിച്ച് ഇതിന്റെ അടുത്ത് നിൽക്കുന്ന ഈ സർഫേസ് ടു എയർ മിസൈൽ ആയിക്കോട്ടെ, എയർ ടു എയർ മിസൈൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് റേഡറുകൾ, ഇതിൻ്റെ എല്ലാം തന്നെ ബാറ്ററികൾ നശിപ്പിച്ചു. അതായത് ഇതിനെല്ലാം എക്സ്പ്ലോസീവ് ചെയ്തു. അതുപോലെ തന്നെ കുറേയധികം സൂസൈഡ് ഡ്രോൺ വെച്ചുകൊണ്ട് അവരുടെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടും തകർത്തു. അപ്പോൾ ഈ സമയത്ത് ഇറാന്റെ എയർ സ്പേസിലോട്ട് IDFന് എളുപ്പത്തിൽ അവരുടെ മിസൈലുകളായിക്കോട്ടെ, എയർ ജെറ്റ്സ് ആയിക്കോട്ടെ, ഫൈറ്റർ ജെറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം എളുപ്പത്തിൽ ഉള്ളിൽ വരാനും പറ്റി. അവർ ടാർഗറ്റ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളും 300ഓളം സ്ഥലങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ടാർഗറ്റ് ചെയ്യുകയും ആ സ്ഥലങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രമാത്രം ഒരു എഫക്റ്റീവായി വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസി ഇന്നില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് വീണ്ടും മൊസാദ്. ഇനി നമുക്ക് എന്തെല്ലാം ഡാമേജുകളാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇറാന്റെ നോക്കിയതിന് ശേഷം പിന്നീട് ഇറാൻ എങ്ങനെയാണ് തിരിച്ചടിച്ചത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇസ്രായേലിന്റെ അറ്റാക്ക് വന്നപ്പോൾ തന്നെ ഇറാന്റെ ടോപ്പ് ലീഡേഴ്സായ എല്ലാവരും ഇല്ലാണ്ടായി. ആയതുൽ കൊമേനിയുടെ വലതും ഇടതും എല്ലാം നിന്ന് ആൾക്കാർ ഇല്ലാണ്ടായി. അതുപോലെ തന്നെ IRGC, അതായത് ഇറാനിയൻ ഗാർഡ് കോറിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ ഇല്ലാണ്ടാക്കി. അതുപോലെ തന്നെ ആംഡ് ഫോഴ്സ്, അതുപോലെ തന്നെ ബഗേരി ഫോഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഫോഴ്സിന്റെയും ടോപ്പ് ലീഡേഴ്സ് ഇല്ലാണ്ടായി. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണ്, ന്യൂക്ലിയർ ശക്തി ആവാൻ പാടില്ല ഇറാൻ. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് പ്രവർത്തിക്കുന്ന 6 ഇമ്പോർട്ടന്റ് ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ തന്നെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ 9ഓളം ന്യൂക്ലിയർ സൈറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബങ്കർ ബ്ലസ്റ്റർ ബോംബേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബങ്കർ ബ്ലസ്റ്റർ ബോംബേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് ഉള്ളിലോട്ട് തുളഞ്ഞു പോയിട്ട് അവിടെ വലുതായി പൊട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഈ ബങ്കറിന്റെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഇല്ലാണ്ടായി അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെല്ലാം തീർന്നു പോകുന്ന രീതിയിലാണ് ഈ ബങ്കർ ബ്ലസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ബോംബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 9 സൈറ്റിൽ നട്ടാൻസ് എന്ന് പറയുന്ന ആ ഒരു സൈറ്റാണ് പ്രധാനമായും അറ്റാക്ക് നടത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇറാന്റെ 60% യുറാനിയം എൻറിച്ച്മെന്റ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇറാന്റെ റേഡർ സിസ്റ്റം, അതുപോലെ തന്നെ എയർ ടു എയർ മിസൈൽ, സർഫേസ് ടു എയർ മിസൈൽ, അതുപോലെ തന്നെ മിലിറ്ററി കമാൻഡിംഗ് ഹെഡ് കമാൻഡേഴ്സ്, അതുപോലെ തന്നെ എയർ സ്പേസുകൾ, പ്രത്യേകിച്ചും എയർ ബേസുകൾ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ കുറെ മിലിറ്ററി സ്റ്റോറേജുകളും, ഈ അണ്ടർഗ്രൗണ്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മിസൈൽ സ്റ്റോറേജുകളും കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിലും ബോംബ് ചെയ്തു. അതുകൊണ്ട് തന്നെ കുറെ മിസൈലുകളും ഇല്ലാണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഹൈദരാബാദ് എന്ന് പറയുന്ന അവരുടെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ തന്നെ ഇന്നലെ അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും വേവ് ഓഫ് അറ്റാക്ക് ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ ഇസ്രായേലിന് ഇറാനെതിരെ നടത്താൻ പറ്റി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആയതുൽ കൊമേനിയെ മാത്രമാണ് ബാക്കി വെച്ചിരിക്കുന്നത്. ആ ഫോട്ടോ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്ക്. ഒരു ബിൽഡിങ്ങിന്റെ മേലോട്ടും ഒന്നും പറ്റുന്നില്ല, താഴോട്ടും ഒന്നും പറ്റുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടും അയാൾ എവിടെയാണ് കഴിയുന്നത്, ഏതാണ് ബെഡ്റൂം എന്നുള്ളത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അച്ചീവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ച്
എവിടെയാണ് ആൾക്കാർ താമസിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഇസ്രായേലിന്റെ അടുത്തും മൊസാദിന്റെ അടുത്തും ഉണ്ട്. പക്ഷെ പലർക്കുമുള്ള സംശയമായിരിക്കും, പിന്നെ എന്തുകൊണ്ടാണ് ഇസ്രായേലി ആയതുൽ കൊമേനിയെ മാത്രം വിട്ടുവെക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് പിന്നിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അത് ഇറാന്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ആയതുൽ കൊമേനിയെ അത്രയധികം താല്പര്യമില്ല, പ്രത്യേകിച്ചും ഈ ജെൻസി എന്ന് പറയുന്ന ഈ പുതിയ ജനറേഷൻ. അപ്പോൾ 2019 നടന്ന ആ ഒരു ഹിജാബ് പ്രൊട്ടസ്റ്റ് ആയിക്കോട്ടെ, ഈ ഒരു പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇത്രമാത്രം റേഡിക്കൽ ഇസ്ലാം ഫോളോ ചെയ്യാൻ താല്പര്യമില്ല, പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ അങ്ങനെ കൂടുതലും മോഡേണൈസ് തിങ്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്താണ് ഇറാൻ ഇപ്പോഴും 6ാം നൂറ്റാണ്ടിലത്തെ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഇസ്രായേൽ ഈ ആയതുൽ കൊമേനിയെ എങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറൻസ് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടായി പോകും. അതായത് ആയതുൽ കൊമേനിയെ വെറുക്കുന്നവർ പോലും ആയതുൽ കൊമേനിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും അവിടെ ഭരണകൂടം ശക്തമാകും എന്ന് ഇസ്രായേലിന് അറിയാം. അപ്പോൾ ഇതൊന്നും മാറ്റിയെടുക്കാൻ, അതായത് ഇത് വേണ്ട, ഇറാനിൽ ഭരണകൂടം തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് പ്ലാനാണ് ഇപ്പോൾ ഇസ്രായേലും മൊസാദും ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇസ്രായേലിന്റെ ഭാഗത്തോട്ട് വരാം. അതായത് ഇസ്രായേലിനും കുറച്ച് നഷ്ടങ്ങൾ സംഭവിച്ചല്ലോ, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇസ്രായേലിനും അതുപോലെ തന്നെ ഇറാനുമുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇറാന്റെ അടുത്ത് കുറേയധികം ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ആയിക്കോട്ടെ, ഡ്രോണുകളായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതായത് ലക്ഷക്കണക്കിന് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇറാന്റെ ടെക്നോളജി വളരെ വീക്കാണ്. അതായത് അവരുടെ അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് വരെ എന്തെങ്കിലും 10-20 വർഷം മുൻപേ ഉള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ പ്രസിഡന്റ്, അതായത് മുന്നത്തെ പ്രസിഡന്റ് മരണപ്പെട്ട ആ ഒരു ഹെലികോപ്റ്റർ തന്നെ ഏറ്റവും പഴയതാണ്. അപ്പോൾ ഇത്രമാത്രം പഴയ ടെക്നോളജി വെച്ചുകൊണ്ടാണ് അവർ മൊത്തം ബിൽഡ് ചെയ്യുന്നത്. കാരണം അവരുടെ അത് കുറെ ഉപരോധമുള്ളതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, കുറേ അധികം സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരുടെ ടെക്നോളജി പഴയതാണ്, പക്ഷെ ഇവർക്ക് ക്വാണ്ടിറ്റി, അതായത് അതേ ടെക്നോളജി വെച്ച് അവർ കുറേയധികം ഉണ്ടാക്കി വെച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഇസ്രായേലിന്റെ അടുത്ത് വരികയാണെങ്കിൽ ഇസ്രായേലിന്റെ അടുത്ത് ക്വാണ്ടിറ്റി കുറവാണ്, പക്ഷെ ക്വാളിറ്റി കൂടുതലാണ്. അതായത് ടെക്നോളജി സൂപ്പറാണ്, അഡ്വാൻസ് ടെക്നോളജികളാണ്. അങ്ങനെയാണ് ഈ ഒരു യുദ്ധം പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 100 ഡ്രോണുകൾ, അതായത് ഇറാൻ ഇസ്രായേലിനെതിരെ അറ്റാക്കുകൾ നടത്തി. എന്നാൽ ഈ ഡ്രോണുകൾ കൊണ്ട് ഇസ്രായേലിന് ഒന്നും തന്നെ പറ്റിയില്ല, ഒരു അറ്റാക്ക് പോലും സക്സസ് ആവാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ലോഞ്ച് ചെയ്തത്. ഈ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഡ്രോൺ അറ്റാക്ക് ചെയ്യുന്നതിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഒന്ന് വെള്ളം കുടിപ്പിക്കുന്ന ഒരു മെത്തേഡാണ്. അതേ മെത്തേഡ് തന്നെയാണ് ഇന്നലെയും ഫോളോ ചെയ്തത്. ഈ ഒരു അറ്റാക്കിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ഇസ്രായേലിന്റെ ടെൽ അവീവിൽ തന്നെ അവർക്ക് ഉള്ളിലോട്ട് പെനട്രേറ്റ് ചെയ്യാൻ പറ്റി. കുറച്ച് വീടുകളെല്ലാം നഷ്ടം സംഭവിച്ചു. അതിൽ 3 പേര് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഏകദേശം 70 പേർക്കോളം പരിക്കുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇറാനിലോട്ട് പോകുകയാണെങ്കിൽ 70 to 80 പേര് മരണപ്പെട്ടതായിട്ടും പറയുന്നുണ്ട്. അത് 80-90 ആയിട്ടും പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. 350 പേരോളം പരിക്കിലാണ്. എന്നാൽ ഇവർക്ക്, അതായത് അവരുടെ മരണപ്പെട്ട സംഭവം മാത്രമോ ഇവിടെ പരിക്കായിട്ടുള്ളൂ. 70 പേർക്ക് അങ്ങോട്ട് പരിക്ക്, 3 പേര് മാത്രമോ മരണപ്പെട്ടിട്ടുള്ളൂ. എയർ ഡിഫൻസ് സിസ്റ്റം അത് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്തു. അതിൽ ചില മിസൈലുകൾ ഉള്ളിലോട്ട് വരാൻ പറ്റി. കാരണം ഈ 150 ബാലിസ്റ്റിക് മിസൈലുകൾ വരുമ്പോൾ എന്തായാലും എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ കൊളാപ്സ് ആവും. ഇത് ഇറാനും കൃത്യമായിട്ട് അറിയാം. കാരണം കുറേ അധികം വിട്ടു കഴിഞ്ഞാൽ മാത്രമോ നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയാണ് ഇതൊരു നടത്തിയത്. അതുപോലെ തന്നെ മറ്റെല്ലാവരും ഇത് ബങ്കറിന്റെ ഉള്ളിൽ പോയതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങളൊന്നും തന്നെ ഇസ്രായേലിന് സംഭവിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ ഒരു മിലിറ്ററി ആൾക്കാർ പോലും നഷ്ടപ്പെട്ടില്ല. ഇപ്പോഴാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു ക്ലെയിമും കൊണ്ടുവരുന്നത്, F-35 ഞങ്ങൾ തകർത്തു എന്ന്. എന്നാൽ ഇതുവരെയും ഇറാൻ ഇതിനൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് തന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, അതായത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. അതായത് F-35 ഷോട്ട് ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അതിപ്പോഴും വലിയൊരു തർക്കമാണ്. കാരണം എന്താ വെച്ചാൽ, അതായത് അൺടിൽ ഇറാൻ മുന്നിലോട്ട് വന്ന് എന്തായാലും അതിന്റെ ഡോക്യുമെന്റ്സ് തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇറാന്റെ അടുത്ത് S-300 ആണ് സിസ്റ്റം ഉള്ളത്. S-300ന് F-35, അതായത് F-35നെ ഷോട്ട് ചെയ്ത് വീഴ്ത്താനുള്ള ശക്തിയൊന്നും ഇന്ന് ഇല്ല. അത് റഷ്യ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ എല്ലാം തകർന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടും ഈ F-35 അതായത് വീഴാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് വലിയ രീതിയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഇതിനെക്കുറിച്ച് വേണ്ടിയിട്ടുമില്ല. പക്ഷേ ഇത് 50-50 ചാൻസ് ആണ് എല്ലാവരും പറയുന്നത്. അതായത് മറ്റേതെങ്കിലും വിമാനമായിരിക്കും, അല്ലെങ്കിൽ F-35 ആവാൻ ഒരു 50% ചാൻസ് ഉണ്ട്. പക്ഷേ ഇറാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡോക്യുമെന്റ് വന്നു കഴിഞ്ഞാലോ അത് കൂടുതലും വിശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ ഇറാൻ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതുവരെ ലൈഫ് ടൈമിൽ F-35ന്റെ ആദ്യത്തെ തകർച്ചയും ഇതായിരിക്കും. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ഒരു 24 മണിക്കൂറിൽ സംഭവിച്ചത്.